ഇന്ന് വിഷു ആയിരുന്നല്ലോ. രാവിലെ കണിയൊക്കെ കണ്ടതിന് ശേഷം വില്ലുമംഗലം സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോയത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം വരുന്നത്. വില്ലുമംഗലം സ്വാമിയാർ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ഒരു ബന്ധപ്പെട്ടിട്ടൊരു ഐതിഹ്യ കഥയുണ്ട്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താഴെ കാണുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കഥ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ജീവിതം അദ്ദേഹം ചെലവഴിച്ചത് ഈ സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അദ്ദേഹത്തിൻ്റെ സമാധിയുടെ മുകളിലായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വില്ലുമംഗലം സ്വാമിയാർ ജീവിച്ചിരുന്ന സമയത്ത് ഭഗവാൻ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു എന്നൊക്കെയാണ് കേട്ടോ പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കാൻ പറ്റും. മിത്രാനന്തപുരം എന്നാണ് ഇത് മൊത്തമായിട്ട് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പ്യാതിരിയുടെ താമസ സ്ഥലവും നമ്പ്യാതിരി മഠമെല്ലാം ഇതിനുള്ളിലാണ്. ഇവിടെ ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ എന്നിങ്ങനെ 3 പേർക്ക് പ്രത്യേകമായിട്ടുള്ള 3 അമ്പലങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. ബ്രഹ്മാവിന് ക്ഷേത്രങ്ങൾ പൊതുവെ കുറവാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെയുള്ളത്. ഈ ക്ഷേത്രങ്ങളിലേക്ക് നമുക്ക് ദർശനം നടത്താനായിട്ട് ഇവിടെ വന്നാൽ സാധിക്കും. മിത്രാനന്തപുരം സമുച്ചയം എന്നാണ്, ക്ഷേത്ര സമുച്ചയം എന്നാണ് ഇത് മൊത്തമായിട്ട് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവർക്ക് സുഖമായിട്ട് ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റും. പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേട്ടോ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്പ്യാതിരിമാരുടെ മഠം ഇവിടെ ആയതുകൊണ്ട് തന്നെ പൂജ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്പ്യാതിരി ഇങ്ങനെ പോകുന്നത് കാണാം. ഓലക്കുടയൊക്കെ ചൂടി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ മിത്രാനന്തപുരത്തിലേക്ക്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നവർ എന്തായാലും അന്ന് ഈ ക്ഷേത്രം ഒന്ന് കാണണം കേട്ടോ. നല്ല ഒരു അന്തരീക്ഷമാണ് ഇതിനുള്ളിലുള്ളത്. നമുക്ക് വളരെയധികം മനസ്സിനും ഒക്കെ സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണിത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാവരും വിഷുക്കണിയൊക്കെ വെച്ച് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു വർഷം എല്ലാവർക്കും ആശംസിക്കുകയാണ്. അപ്പം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വീഡിയോ ഒന്ന് കാണണേ. പിന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.